രാഹുൽ മാങ്കൂട്ടം വിഷയം കോൺഗ്രസിനുണ്ടാക്കിയ പ്രതിസന്ധി ഏതെങ്കിലും തരത്തിൽ അയക്കുന്നതാണോ? ഒരു ബെയിൽ ആപ്ലിക്കേഷൻ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്നതും ഇപ്പോഴത്തെ തീരുമാനവും തമ്മിൽ ബന്ധപ്പെടുത്തുന്നതിൽ അർത്ഥമുണ്ടോ? AICCയുടെ കൂടി അനുവാദത്തോടും അംഗീകാരത്തോടും കൂടിയിട്ടാണ് അദ്ദേഹത്തെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. വളരെ ധീരമായ മാതൃകാപരമായ ഒരു നടപടിയായിരുന്നു അത്, നമുക്ക് ആർക്കും ഒരു സംശയമില്ല. പക്ഷെ ആ നടപടിയിൽ ഉറച്ചു നിൽക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് പറ്റാതെ പോയി എന്നുള്ളിടത്താണ് ഇതിന്റെ ദുരന്തം നടക്കുന്നത്. അതും ശരിയാണല്ലോ. ഈ പുറത്താക്കപ്പെട്ട അല്ലെങ്കിൽ പാർട്ടി ലെജിസ്ലേച്ചർ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ആൾക്ക് പിന്തുണയുമായിട്ട് പിന്നീടുള്ള ദിവസങ്ങളിൽ മുതിർന്ന നേതാക്കളും അത്ര തന്നെ മുതിരാത്ത മുതിരുന്നതിന് മുമ്പ് തന്നെ വല്ലാതെ അഹങ്കരിക്കുന്ന മറ്റു ചില നേതാക്കന്മാരും രംഗത്തു. യുവാക്കളും ഉണ്ടായിരുന്നു, വൃദ്ധന്മാരും ഉണ്ടായിരുന്നു, സ്ത്രീകളും ഉണ്ടായിരുന്നു. അവരൊക്കെ ചോദിച്ചത് രാഹുലിനെതിരെ ക്രിമിനൽ കേസൊന്നും ഇല്ലല്ലോ, അദ്ദേഹം എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഈ കേൾപ്പോരും കേൾവിയില്ലാത്ത ആരുടെയോ ഒരു ഓഡിയോയുടെ പേരിൽ ഒരു നേതാവിൻ്റെ പേരിൽ നടപടി എടുക്കുക ശരിയാണോ? ഒരു ചെറുപ്പക്കാരൻ്റെ ഭാവി നശിപ്പിക്കുന്നത് ശരിയാണോ? എന്നൊക്കെയുള്ള വളരെ കൊച്ചുകുട്ടികൾക്ക് പോലും മനസ്സിലാകുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഇവർ ചോദിച്ചത്. ഒരു വിഭാഗം നേതാക്കളും ഒരു വിഭാഗം പ്രവർത്തകരും പിന്നെ കോൺഗ്രസ്സുകാരായി ചമയുന്ന ചില സൈബർ ഗുണ്ടകളും ചേർന്ന് ഇവിടെ നടത്തിയ തേർവാഴ്ചയാണ്. ഇതിൽ ശരമീനായ നേതാക്കന്മാർ ആരൊക്കെയാണ്? VD സതീശൻ, രമേശ് ചെന്നിത്തല, K മുരളീധരൻ, ഏറ്റവും ഒടുവിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇവരെയൊക്കെ പച്ചത്തേറിയാണ്, പുലഭ്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇങ്ങനൊന്നും ചെയ്യില്ല, അഞ്ചാറബത്തൊക്കെ എല്ലാവർക്കും പറ്റേ. എന്താണ് അഭിനയം നിർത്തിപ്പോയ ഒരു നടിയുടെ പടം കൊടുത്തിട്ട് ഈ നടി വളരെ ചാരിത്രപതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ദുസ്സൂചനയോടുകൂടിയ പോസ്റ്റുകൾ വരെ നമ്മൾ കണ്ടു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഷാഫി പറമ്പിൽ നിന്ന് കൈ എഴുന്നേ കണ്ടു. രാഹുലിനോട് എനിക്ക് രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യം മാത്രമേ ഉണ്ടാകുള്ളൂ, വ്യക്തിപരമായിട്ട് ഞങ്ങൾ തമ്മിൽ യാതൊരു അടുപ്പവുമില്ല. എത്ര നിരുത്തരവാദപരമായ ഒരു പെരുമാറ്റമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ട്. ഈ ഷാഫി പറമ്പിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഈ പെടക്കോഴി കുഞ്ഞുങ്ങളെ കൊണ്ടുനടക്കുന്ന രീതിയിൽ ചിറകിനടിയിൽ സൂക്ഷിച്ചു കൊണ്ടുനടന്നത്. അദ്ദേഹം വാശി പിടിച്ചിട്ടാണ് ഈ ആഭാസരെ, ഈ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്തവരെ പാലക്കാട്ട് സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിച്ചത്. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. അദ്ദേഹമാണ് ഈ ഇത്ര വലിയ വിവാദം ഉണ്ടായതിനു ശേഷവും രാഹുലിനെ തള്ളിപ്പറയാൻ മടി കാണിച്ച ആദ്യത്തെ നേതാവ്. അദ്ദേഹത്തിന്റെ താല്പര്യപ്രകാരം KC വേണുഗോപാലാണ് ഈ മുതിർന്ന നേതാക്കളെ പോലും VD സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും മുരളീധരനും ഉണ്ണിത്താനും എതിരെ ഇളക്കി വിട്ടത്. KC വേണുഗോപാലിന്റെ താല്പര്യപ്രകാരമാണ് വീക്ഷണം കഴിഞ്ഞ ശനിയാഴ്ച ഈ മുഖപ്രസംഗം എഴുതിയത്. ഇതൊക്കെ കഴിഞ്ഞ് ഇവരൊക്കെ പരിശുദ്ധന്മാരായി. അവരൊക്കെ പറഞ്ഞത് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ, ഞാൻ മാവിലായിക്കാരനാണ്, എനിക്കറിയാൻ പാടില്ല. ഇവിടെ ഇങ്ങനെ സപ്പോർട്ട് ആയതിന് ഞാൻ കഴിഞ്ഞ ആഴ്ച ടൈംസ് നൗവിൽ വാർത്ത കണ്ടപ്പോഴാണ് എന്തൊക്കെയാണ് പറഞ്ഞത്. ഇത് ഏഷ്യാനെറ്റിലും മാതൃഭൂമിയിലും മനോരമയിലും മാത്രമല്ല ചർച്ചാ വിഷയം. ഇന്നിപ്പോ ദേശീയ മാധ്യമങ്ങൾ, ഇംഗ്ലീഷിലുള്ള ടെലിവിഷൻ ചാനലുകളൊക്കെ വെച്ച് നോക്കിക്കോളൂ. കേരളത്തിലെ കോൺഗ്രസ് MLA ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം തള്ളപ്പെട്ടു, ഒളിവിൽ കഴിയുന്നു, അയാളെ പിടിക്കാൻ പോലീസുകാർ പുറകെ ഓടുന്നു എന്നുള്ളതാണ്. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ പാർലമെന്റ് സമ്മേളനം നടക്കുന്ന സമയത്ത് കോൺഗ്രസ്സുകാർക്ക് കുറിക്കാൻ കിട്ടിയ വിഷയമാണ്. ഇല്ല, BJPക്കാര് അവരുടെ സഖ്യകക്ഷികളൊക്കെ ഇത് ആഘോഷിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? കോൺഗ്രസിനെ തല്ലാൻ ഒരു വടി കിട്ടിയതിന്റെ സന്തോഷം. ഉറക്കം വരുന്നു. ഇതിന്റെയൊക്കെ ഉത്തരവാദിത്വം വഹിക്കുന്ന ആളാണ് ഹൈക്കമാൻഡായിട്ടിരിക്കുന്ന KC വേണുഗോപാലാണ്. സത്യത്തിൽ ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ അന്തകൻ എന്ന് പറയുന്നത് ഈ വേണുഗോപാലാണ്. തവാന്തകൻ ഭൂമി തലേ ജനിച്ചു എന്ന് പറഞ്ഞത് KC വേണുഗോപാലിനെ ഉദ്ദേശിച്ചിട്ടാണ്. ഇയാൾ ഒരാളാണ് ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തെ രാജ്യവ്യാപകമായിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ബലമായ വിശ്വാസം BJPക്കാരോ മറ്റോ ഈ പാർട്ടിയെ നശിപ്പിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത ഒരു ട്രോജൻ ഹോഴ്സാണ് എന്നാണ്. ഭയങ്കരം തന്നെ. വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. ഈ സമയത്ത് UDFന് ഒരു വലിയ തിരിച്ചടി ഉണ്ടായത്. അതിനെ മറികടക്കാനുള്ള സംഘടനാ സംവിധാനമോ നേതൃത്വ ശക്തിയോ ഇന്നത്തെ നിലയ്ക്ക് കോൺഗ്രസിനില്ല, UDFനില്ല. അതറിഞ്ഞുകൊണ്ട് പാർട്ടിയെയും മുന്നണിയെയും ഇത്ര വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടതിന്റെ പരിപൂർണമായ ഉത്തരവാദിത്വം ഷാഫി പറമ്പിലിനും അദ്ദേഹത്തിന്റെ തലതൊട്ടപ്പനായിട്ട് ഇപ്പോൾ ഹൈക്കമാൻഡിൽ വിലസുന്ന വിരാജിക്കുന്ന മഹാനായ KC വേണുഗോപാലിനും മാത്രമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഷാഫി പറമ്പിലിന് ഇത്രയെങ്കിലും പറയാൻ ഈ പുറത്താക്കൽ വേണ്ടി വന്നോ? 2031 ഭരണം പിടിക്കുന്ന കാര്യം കെട്ടിയ സത്യത്തിൽ ചിരിച്ചുപോയി. 2031 ഈ പോക്ക് പോയാൽ ഈ പാർട്ടി ഇവിടെ ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പാർട്ടി ഉണ്ടാവട്ടെ, അതും ഉണ്ടാകുമോ എന്ന് സംശയമുണ്ട്. കാരണം അത്ര ഗംഭീരമായിട്ടാണ് ഇതിന്റെ പോക്ക്. അത് കലക്കി. ഇവിടെ എന്താ ചെയ്തത്? ഇങ്ങനൊരു വിഷയം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഈ സൈബർ ഗുണ്ടകൾ ഉമ്മൻചാണ്ടി സാറിനെതിരായിട്ട് ഇതുപോലെ ദുരാരോപണം ഉണ്ടായില്ലേ? മാധ്യമങ്ങൾ പല അനാവശ്യവും പറഞ്ഞില്ലേ? എന്നിട്ട് അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടിയോടാണ്
ഈ രാഹുൽ മാങ്കൂട്ടത്തെ താരതമ്യം ചെയ്തത്. അതുപോലെയാണ് ഈ നമ്മുടെ മഹാനായ രാഹുൽ ഈശ്വർ ഉണ്ടല്ലോ, അദ്ദേഹം സ്വയം മഹാത്മാഗാന്ധിയോടാണ് ഉപയോഗിക്കുന്നത്. മഹാത്മാഗാന്ധി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജയിലിൽ പോയി. ഇദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തെ പോലെയുള്ള അല്ലെങ്കിൽ സിനിമാ ദിലീപിനെ പോലെയുള്ള ബോബി ചമ്മണ്ടൂരിനെ പോലെയുള്ള സാത്വികന്മാർക്ക് വേണ്ടിയിട്ട് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ജയിലിൽ പോയി എന്നാണ് പുള്ളി സ്വയം ഇക്വേറ്റ് ചെയ്തത്. കാണിക്കാനുള്ള ബുദ്ധി പോലും അവനില്ല. പേടിക്കേ വേണ്ട. ഞാൻ മാത്രമല്ല അവരെല്ലാവരും തൽക്കാലം ഇത്രയും മതി. വരട്ടെ.